കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നോമ്പ് കാലത്ത് അനുഷ്ഠിക്കുന്ന ത്യാഗപ്രവൃത്തികളുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പാപ്പയുടെ സന്ദേശം. പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ സമ്മേളനം സമാപിച്ചു. ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് മാനുഷികമായ പരിചരണം ആവശ്യം. വെറോനിക്കയുടെ തുവാലയുടെ പ്രദർശനം വത്തിക്കാനിൽ നടന്നു. മലയാറ്റൂർ കുരിശുമടി തിരുനാൾ ഏപ്രിൽ 9 മുതൽ. വാർത്തകൾ വിശദമായി. നോമ്പ് കാലത്ത് അനുഷ്ഠിക്കുന്ന ത്യാഗപ്രവൃത്തികളുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പാപ്പയുടെ സന്ദേശം. പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും കൃപയുടെ പിന്തുണയോടെ പിന്മാറാനുള്ള നമ്മുടെ ആന്തരിക പ്രതിബദ്ധതയുടെ ദൃശ്യമായ അടയാളമെന്ന നിലയിൽ ഉപവാസത്തിൽ കൂടുതൽ ശാന്തമായ ഒരു ജീവിതശൈലി സ്വീകരിക്കാൻ നമ്മെ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള മറ്റു തരത്തിലുള്ള ദാരിദ്ര്യ രൂപങ്ങളും ഉൾപ്പെടുത്തണം. കാരണം ത്യാഗപ്രവൃത്തികൾ മാത്രമേ ക്രിസ്തീയ ജീവിതത്തെ ശാന്തമാക്കൂ എന്നാണ് പാപ്പ സന്ദേശത്തിൽ പങ്കുവച്ചത്. 5,35,00,000 ഫോളോവേഴ്സ് ഉണ്ട് പാപ്പയുടെ എക്സ് പ്ലാറ്റ്ഫോമിന്. അറബ്, ലത്തീൻ, ജർമ്മൻ, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, പോളിഷ്, പോർച്ചുഗീസ്, ഫ്രഞ്ച് എന്നിങ്ങനെ 9 ഭാഷകളിൽ പാപ്പയുടെ എക്സ് സന്ദേശങ്ങൾ ലഭ്യമാണ്. പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ സമ്മേളനം സമാപിച്ചു. പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ പ്ലീനറി അസംബ്ലി മാർച്ച് 16 മുതൽ 20 വരെ തീയതികളിൽ വത്തിക്കാനിൽ നടന്നു. പ്രായപൂർത്തിയാകാത്തവർക്കെതിരെയുള്ള പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുവാനുള്ള നടപടിക്രമങ്ങളിൽ ഇരകളുടെയും അതിജീവിതരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, വർഷാവസാനത്തോടെ പാപ്പയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന സാർവത്രിക മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ ആഗോള സംരക്ഷണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുക, സഭയുടെ എല്ലാ തലങ്ങളിലുമുള്ള സഹകരണം ശക്തിപ്പെടുത്തുക എന്നീ വിഷയങ്ങളാണ് പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള കമ്മീഷന്റെ സമ്മേളനം ചർച്ച ചെയ്തത്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാർപ്പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നു. ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് മാനുഷികമായ പരിചരണ ആവശ്യം. ബുദ്ധിമാന്ദ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് മാനുഷികമായ പരിചരണം ആവശ്യമാണെന്നും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാവരുടെയും അന്തസ്സും അവകാശങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കൂടുതൽ പ്രതിബദ്ധത പുലർത്തണമെന്നും ആർച്ച് ബിഷപ്പ് എത്തോറെ ബെലസ്ത്രേറോ ലോക ഡൗൺ സിൻഡ്രോം ദിനത്തോട് അനുബന്ധിച്ചുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. ഗർഭധാരണത്തിന്റെ ആദ്യ നിമിഷം മുതൽ സ്വാഭാവികമായ അന്ത്യം വരെ ജീവന്റെ മൂല്യം കാത്തു സൂക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു 2026 ലോക ഡൗൺ സിൻഡ്രോം ആചരിച്ചത്. മനുഷ്യ ജീവിതത്തിന്റെ ഗുണനിലവാരം നേട്ടങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിത നിലവാരം സ്നേഹത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന ലിയോ 14 പാപ്പയുടെ വാക്കുകളും ആർച്ച് ബിഷപ്പ് ഉദ്ധരിച്ചു. വെറോനിക്കയുടെ തുവാലയുടെ പ്രദർശനം വത്തിക്കാനിൽ നടന്നു. പതിവ് പോലെ വലിയ നോമ്പിന്റെ 5ാം ഞായറാഴ്ച വെറോനിക്കയുടെ തുവാലയുടെ പ്രദർശനം വത്തിക്കാനിൽ നടന്നു. നോമ്പിന്റെയും പെസഹായുടെയും പശ്ചാത്തലത്തിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെറോനിക്കയുടെ തുവാലയുടെ പ്രദർശനം വത്തിക്കാനിൽ സംഘടിപ്പിച്ചത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങുകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ആർച്ച് പ്രീസ്റ്റ് കർദിനാൾ മൗറോ ഗബത്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലയാറ്റൂർ കുരിശുമടി തിരുനാൾ ഏപ്രിൽ 9 മുതൽ. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമടി തിരുനാൾ ഏപ്രിൽ 9 മുതൽ 11 വരെ തീയതികളിൽ നടക്കും. ഓശാന ഞായർ മുതൽ താഴത്തെ പള്ളിയിലും കുരിശുമടി പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനയും കുമ്പസാരവും ഉണ്ടായിരിക്കും. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.